നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോളജ് റെപ്രസെൻറ്റേഷൻ ഇഷ്യൂസിൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് മാപ്പിംഗ് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്രോച്ചസ് ടു നോളജ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഒരു ഗുഡ് സിസ്റ്റം ഫോർ റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് ഇൻ എ പെർട്ടിക്കുലർ ഡൊമെയിൻ ഷുഡ് പോസസ് certain properties. They are representational adequacy, inferential adequacy, inferential efficiency, and acquisitional efficiency. These are the four properties that should be possessed by a knowledge representation for a particular domain. ഇനി ഓരോന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. What is representational adequacy? It is the ability to represent all kind of knowledge that are needed in that domain. സോ ഒരു പർട്ടിക്കുലർ ഡൊമൈനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നോളജിനെയും റെപ്രസെൻ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേഷണൽ അഡിക്വസി എന്ന് പറയുന്നത്. The second one is the inferential adequacy. It is the ability to manipulate the representational structure in such a way as to derive new structures corresponding to new knowledge inferred from old. That is inferential adequacy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കൊരു നോളജ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ നോളജ് റെപ്രസെൻ്റ് ചെയ്തതിൽ നിന്നും we should derive new structures for the നോളജ് ആൻഡ് ആ ന്യൂ സ്ട്രക്ചേഴ്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അബിലിറ്റീനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ അഡിക്വസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫറൻഷ്യൽ എഫിഷ്യൻസി. The ability to incorporate into the knowledge structure the additional information that can be used to focus the attention of the inference mechanism in the most promising direction. That is നമ്മൾ ഇൻഫറൻഷ്യൽ അഡിക്വസിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു ഇൻഫറൻസ് ന്യൂ നോളജ് സ്ട്രക്ചേഴ്സ്. ആ ന്യൂ നോളജ് സ്ട്രക്ചേഴ്സിനെ നമുക്ക് എങ്ങനെ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നോളജ് സ്ട്രക്ചറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇൻഫറൻഷ്യൽ എഫിഷ്യൻസി. ദ എബിലിറ്റി ടു ഇൻകോർപ്പറേറ്റ് ഇൻ ടു ദ നോളജ് സ്ട്രക്ചർ ദി അഡീഷണൽ ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ ഈസ് അക്വസിഷണൽ എഫിഷ്യൻസി. അക്വസിഷണൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഇൻഫർമേഷൻ ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു അക്വയർ ന്യൂ ഇൻഫർമേഷൻ ഈസിലി. ഇതിൽ നമ്മൾ സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റാബേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അക്വസിഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ നോളജ് റെപ്രസെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യണം. പക്ഷേ നമുക്ക് ഒരു സിംഗിൾ സിസ്റ്റത്തിൽ ഈ 4 പ്രോപ്പർട്ടീസും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനും ഇല്ല. അതിൽ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ നോളജ് റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ റിലേഷണൽ നോളജ്. സെക്കൻഡ് വൺ ഇൻഹെറിറ്റബിൾ നോളജ്. Third one inferential knowledge and fourth one procedural knowledge. നമുക്ക് ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് എ സിമ്പിൾ റിലേഷണൽ മോഡൽ. നിങ്ങൾ ഡാറ്റാബേസ് പഠിച്ചതാണ്. ഡാറ്റാബേസിൽ റിലേഷണൽ മോഡൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ സെയിം സംഭവം തന്നെയാണ് നമുക്ക് ഹിയർ സിമ്പിൾ റിലേഷണൽ നോളജിൽ വി റെപ്രസെൻറ്റ് ഡിക്ലറേറ്റീവ് ഫാക്ട്സ് ആസ് എ സെറ്റ് ഓഫ് റിലേഷൻസ്. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് പ്ലെയർ, height, weight, bats, throws. Here these are the attributes possessed by the particular persons. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഇൻഫർ ചെയ്യാം? ദാറ്റ് ഈസ് ഹാങ്ക് ആരോൺ ഇസ് എ പ്ലെയർ ഹൂസ് ഹൈറ്റ് is 6.0 and weight is 180 pound and his bats is right and it throws in the using the right hand. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിലുള്ള മെത്തേഡാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ ഓഫ് ഡിക്ലറേറ്റീവ് ഫാക്ട്സ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് റിലേഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ റോയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ റിലേഷനാണ്. അപ്പോൾ സെറ്റ് ഓഫ് റിലേഷൻ നമ്മളൊരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമുക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എനി മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി വീക്ക് ഇൻഫറൻഷ്യൽ ക്യാപ്പബിലിറ്റി. ബിക്കോസ് ഇവിടെ ഒന്നും ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് പുതുതായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് അറിയുന്നത് ആകെ എങ്ങനെയുള്ളൂ, ഹാങ്ക് ആരൺ ഹാസ് ഹൈറ്റ് 6.0
weight 180 pound, and he bats right using right hands and throws using right hands. ഇതിന് നമുക്ക് പുതിയ ഇൻഫർമേഷൻ അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. സപ്പോസ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഹെവിയസ്റ്റ് പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, സിംഗിൾ നമുക്ക് ആൻസർ കിട്ടിയില്ല. ബിക്കോസ് നമുക്ക് അതിനൊരു പ്രൊസീജിയർ വേണം. പ്രൊസീജിയർ റിക്വയർസ് ടു ഫൈൻഡിങ് ദ ഹെവിയസ്റ്റ് പ്ലെയർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ഇൻഫർ ദ കറക്റ്റ് വാല്യൂ. ഇവിടെ ഏതാണ് ഹെവിയസ്റ്റ് പ്ലെയർ എന്നുള്ളത് ഐഡൻറ്റിഫൈ. അപ്പോൾ എലോണാണ്, അതായത് സിംപ്ലസ്റ്റ് മെത്തേഡാണ് റിലേഷണൽ നോളജ്. സിംഗിളായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത് വെരി വീക്കാണ്, ഇറ്റ് ഹാസ് നോ ഇൻഫറൻഷ്യൽ ക്യാപ്പബിലിറ്റി. അപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് മേ സെർവ് ആസ് ദ ഇൻപുട്ട് ടു മോർ പവർഫുൾ ഇൻഫറൻസ് എൻജിൻസ് ആണ്. വേറെ ഒരു ഇപ്പോൾ നമ്മളൊരു ഇൻഫറൻസ് റൂൾസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ നമുക്ക് ഇൻഫർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി സെക്കൻഡ് വൺ ഇസ് ദ ഇൻഹെറിറ്റബിൾ നോളജ്. ഇൻഹെറിറ്റബിൾ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോമാണ് ഇൻഫറൻസ് മെത്തേഡ്. അതിലുള്ള പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്. ദാറ്റ് ഈസ് we can augment the basic representation with the inference mechanism that operate on the structure of the representation. അതായത് നമുക്കൊരു നോളജ് സ്ട്രക്ചർ ഉണ്ട്, അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇൻഫറൻസ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇൻഹെറിറ്റബിൾ നോളജ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫോം ഓഫ് ഇൻഫറൻസ് ഈസ് ദ property inheritance. Property inheritance means elements of specific class inherits attributes and values from more general classes in which they are included. അപ്പോൾ നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ഒക്കെ അറിയാം, നിങ്ങൾ സി പി പിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇൻഹെറിറ്റൻസ് സെയിം തന്നെയാണ്, നമുക്കിവിടെ നോളജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാത്രം. ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, ഒരു സ്പെസിഫിക് ക്ലാസ് അതിൻ്റെ സൂപ്പർ ക്ലാസ് എന്നുള്ള പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പോൾ in order to support property inheritance, objects must be organized into classes and classes must be arranged in a generalization hierarchy. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. This is an example ഓഫ് ബേസ്ബോൾ പ്ലെയേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ബേസ്ബോൾ ഇൻഫർമേഷൻ നോളജ് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിട്ടാണുള്ളത്. ഇതിൽ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുക. യു ക്യാൻ സീ ദ ലൈൻസ്. ദിസ് ലൈൻസ് റെപ്രസെൻറ്റ്സ് ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ദീസ് ആർ ദ വാല്യൂസ് ഓഫ് ദ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സ്. ദാറ്റ് ഈസ് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ 6.1 ആണ്. അഡൾട്ട് മെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ 5.10 ആണ്. സോ ലൈൻസ് റെപ്രസെൻറ്റ്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ദെൻ ഈ ബോക്സ്ഡ് റെപ്രസെൻറ്റേഷൻ, ബോക്സ്ഡ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആൻഡ് വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജക്ട്സ്. ഇപ്പോൾ ഇവിടെ ബോക്സ് നമുക്ക് കാണാനുണ്ട്, ഡിഫറെൻറ്റ് ബോക്സസ് ആർ ദർ. ഈ ബോക്സസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒബ്ജക്ട്സും ഉണ്ട്, വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സും ഉണ്ട്. അപ്പോൾ ബോക്സ്ഡ് നോട്ട്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് കാര്യത്തിനാണ്. either it represents the object or it represents the values of attributes. And arrow represents line point to object, point to its value. ഈ ഒരു structure is called the slot and filler structure and it is also called a semantic network or a collection of frames. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ ഫ്രെയിമും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ നോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഇവിടെ ഒരു ബേസ്ബോൾ എന്ന് പറയുന്ന പ്ലെയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് എ ബാറ്റ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ബാറ്റിംഗ് ആവറേജ് ഉണ്ട്, ദെൻ ഈസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനെല്ലാമാണത് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ്ബോൾ പ്ലെയർ ഈസ് എ അഡൾട്ട് മെയിൽ and it bats is an equal-handed, height is 6 feet 1 inches and his batting average is .252. So all of these objects and most of attributes correspond to the baseball domain.
ഇവിടെ ഈ ബേസ്ബോൾ പ്ലെയറിൻ്റെ ഈ ബേസ്ബോൾ നോളജ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആ ഒരു ബേസ്ബോൾ ഡൊമൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബാറ്റ്സ് ആയിക്കോട്ടെ, ബാറ്റിംഗ് ആവറേജ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഹൈറ്റ്, ഹാൻഡഡ് എല്ലാം. പക്ഷെ അതിൽ 2 എക്സെപ്ഷൻസ് ഉണ്ട്. വൺ ഈസ് ഇൻസ്റ്റൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഈസി. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ആൻഡ് ഈസി ആർ ദ സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ആണ്. ആ ആട്രിബ്യൂട്ട്സ് is not related to the baseball knowledge. സോ ഇതിൽ നമുക്ക് നോളജിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് കുറച്ച് നോളജ് ഇൻഫർ ചെയ്യണം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഒരു ഇൻഫറൻസ് ടെക്നിക്കായിട്ട് ആക്ട് ചെയ്യും. യൂസിങ് ദിസ് ടെക്നിക് ദ നോളജ് ബേസ് ക്യാൻ സപ്പോർട്ട് റിട്രീവൽ ഓഫ് ബോത്ത് ഫാക്ട്സ് ആൻഡ് facts that can be explicitly stored and facts that can be derived from those that are not explicitly stored. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂവും കിട്ടും, അതല്ലാതെ സ്റ്റോർ ചെയ്ത വാല്യൂവും കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അൽഗോരിതം ഫോർ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്. ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് 2 ടൈപ്പ് ഫാക്ട്സ് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടും. ഫസ്റ്റ് വൺ ആസ് ഡയറക്റ്റ് ആയിട്ട്, അതായത് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റോർ ചെയ്ത ഫാക്ട്സും അതേപോലെ തന്നെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ഫാക്ട്സും. അതിൽ നമ്മൾ പറഞ്ഞു 2 ആട്രിബ്യൂട്ട്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസെ എന്നാണ്. ഈസെ ഈസ് എ ക്ലാസ് ഇൻക്ലൂഷൻ ആട്രിബ്യൂട്ടും ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ക്ലാസ് മെമ്പർഷിപ്പ് ആട്രിബ്യൂട്ടും ആണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് അൽഗോരിതം കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് അൽഗോരിതം. First, in order to retrieve a value B for attribute A of an instance object O, find O in the knowledge base. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒരു വാല്യൂ ആണ്, ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ, പർട്ടിക്കുലർ വാല്യൂ ഗെറ്റ് ചെയ്യണം. ആ വാല്യൂ ആണ് ക്യാപിറ്റൽ B ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ടിൻ്റെ നെയിം A ആണ് ആൻഡ് ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് O ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യുക, ഒബ്ജക്റ്റിനെ ഫൈൻഡ് ചെയ്യും. ഫൈൻഡ് O in the knowledge base. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് എ വാല്യൂ ഫോർ ദ ആട്രിബ്യൂട്ട് എ, റിപ്പോർട്ട് ദാറ്റ് വാല്യൂ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ ഫസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യും. അതർവൈസ് സി ഇഫ് ദർ ഈസ് എ വാല്യൂ ഫോർ ദ ആട്രിബ്യൂട്ട് ഇൻസ്റ്റൻസ്, ഇഫ് നോട്ട് ദെൻ ഫെയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അതല്ലാത്ത കേസ് ആവുന്ന സമയത്ത് നമ്മൾ ആട്രിബ്യൂട്ട് ഇൻസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇഫ് ഇൻസ്റ്റൻസ് ഇസ് ദെൻ നമ്മൾ പ്രൊസീഡ് ചെയ്യും. ഇഫ് ഇൻസ്റ്റൻസ് ഇസ് നോട്ട് പ്രസൻറ്റ് ദെൻ റിപ്പോർട്ട് ഫെയിലിയർ. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യും. Move to the node corresponding to that value and look for the value for the attribute A. If one is found, report it. ഇൻസ്റ്റൻസിലുണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻസിനെ മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിൽ വാല്യൂ പ്രസൻ്റ് ആണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് അതർവൈസ് ഡു അണ്ടർ ദർ ഇസ് നോ വാല്യൂ ഫോർ ദിസ് value for the ഈസൻ ആട്രിബ്യൂട്ട് ഓർ അൺടിൽ an answer is found. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇസ് ദർ എനി ഈസെ ആട്രിബ്യൂട്ട്. ആ ഈസെ ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ഈസെ ആട്രിബ്യൂട്ട് ആൻഡ് മൂവ് ടു ദാറ്റ് നോഡ് ആൻഡ് സി ഇഫ് ദർ ഇസ് എ വാല്യൂ ഫോർ ദ ആട്രിബ്യൂട്ട് എ, ഇഫ് ദർ ഇസ് റിപ്പോർട്ട് ഇറ്റ്. അപ്പോൾ ഈസെ ആട്രിബ്യൂട്ടിൽ മൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് സെർച്ച് ചെയ്യും. ആട്രിബ്യൂട്ട് സെർച്ച് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ഗെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു സ്ട്രക്ചർ നമ്മളൊന്നുകൂടെ നോക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ടീം ഓഫ് PV Rees. ടീം ഓഫ് PV Rees. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് PV Rees ആണ്. അപ്പോൾ നമ്മൾ ആ PV Reesനെ
ചെക്ക് ചെയ്യും. നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആട്രിബ്യൂട്ടാണ് ടീം. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ഗെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീം ഓഫ് PV Reis ഈസ് ഈക്വൽ ടു ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വാല്യൂ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആൻസർ ഗെറ്റ് ചെയ്തു. ടീം ഓഫ് PV Reis ഈസ് ഈക്വൽ ടു ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ബാറ്റിംഗ് ആവറേജ് ഓഫ് 3 finger Brown. അപ്പോൾ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ബാറ്റിംഗ് ആവറേജ് ഓഫ് 3 finger Brown. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ഫൈൻഡ് ചെയ്തു, 3 finger Brown ഫൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട് ചെക്ക് ചെയ്യും. ആട്രിബ്യൂട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഡയറക്റ്റായിട്ട് പ്രസൻ്റ് അല്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ, ഈസ് ദർ എനി ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്. അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ടിൽ മൂവ് ചെയ്തിട്ട് ആ മൂവ് ചെയ്തെത്തുന്ന നോഡിന് ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ടോ എന്ന് നോക്കും. സോ ബാറ്റിംഗ് ആവറേജ് ഈസ് പ്രസൻറ്റ്. സോ അതിൻ്റെ വാല്യൂ റിട്രീവ് ചെയ്യും, ദറ്റ് ഈസ് 0.106. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് ബാറ്റിംഗ് ആവറേജ് 106 നമുക്ക് ഗെറ്റ് ചെയ്തു. ഇനി മേ ബി ഇവിടെ നമുക്ക് ദർ ഇസ് നോ ഷുവർ ദാറ്റ് ഇസ് കറക്റ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് പക്ഷേ ഒരു ബെസ്റ്റ് ഗെസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ, പക്ഷേ ഇറ്റ് പ്രൊവൈഡ്സ് ദ ബെസ്റ്റ് ഗെസ്സസ് ആണ് വെൻ ദർ ഇസ് ലാക്ക് ഓഫ് മോർ പ്രിസൈസ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് സംടൈംസ് ഇറ്റ് റിസൾട്ട്സ് എ കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് ഗെസ് നമുക്കതിൽ ഗെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് PV Reis. ഹൈറ്റ് ഓഫ് PV Reis നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്കില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കി വി ഗെറ്റ് ദ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ടിൽ നമ്മൾ ഫീൽഡറിലെത്തി. അവിടെ നമുക്ക് എന്തില്ല, ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇല്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഈസൈൻ ആട്രിബ്യൂട്ട് ഉണ്ടോ ചെക്ക് ചെയ്തു. ഇറ്റ് ഈസ് എൻ ഈസൈൻ ആട്രിബ്യൂട്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഗെറ്റ് ചെയ്യും, ദറ്റ് ഈസ് 6.1 ആണ്. അപ്പോൾ നമുക്കതും ഗെറ്റ് ചെയ്തു. അപ്പോൾ എവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ഇൻഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഇൻഫർ ചെയ്തു. ഇപ്പോൾ 3 finger Brown ഇൻസ്റ്റൻസ് ഓഫ് പിക്ചർ 0.106 ബാറ്റിംഗ് ആവറേജ് കിട്ടിയപ്പോൾ വി ഇൻഫർ സം വാല്യൂ. ഹിയർ ഓൾസോ വി ഇൻഫേർഡ് ഹൈറ്റ് 6.1. പക്ഷേ ഇവിടെ ഹൈറ്റ് 6.1 ഇസ് ഓവർ റൈഡ് ബൈ അഡൾട്ട് മെയിലിൻ്റെ ഹൈറ്റ് 5 feet 10 inches ഉണ്ട്. അത് ഓവർ റൈഡ് ചെയ്യും. അപ്പോൾ കറക്റ്റ് നമുക്ക് നോക്കിയിട്ടെടുക്കണം. നെക്സ്റ്റ് ബാറ്റ്സ് ആണ്, ബാറ്റ്സ് ഓഫ് 3 finger Brown. അപ്പോൾ ബാറ്റ്സ് ഓഫ് 3 finger Brown നമ്മൾ സെർച്ച് ചെയ്തു, ഓബ്ജക്റ്റ് ഗെറ്റ് ചെയ്തു. അവിടെ നമുക്ക് ആ ബാറ്റ്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇല്ല. അപ്പോൾ ഇൻസ്റ്റൻസിൽ മൂവ് ചെയ്തു. ഹിയർ ഓൾസോ ഇറ്റ്സ് മിസ്സിങ്. സോ ഈസൈ ആട്രിബ്യൂട്ടിൽ കൂടെ നമ്മൾ മൂവ് ചെയ്തു, വി ഗെറ്റ് ദ ബാറ്റ്സ് ആട്രിബ്യൂട്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് വാല്യൂ വി ഗെറ്റ് എ ഇൻഫറൻസ് റൂൾ. ഈക്വൽ ഹാൻഡഡ് എന്ന് പറയുന്ന ഇൻഫറൻസ് റൂളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വി വാണ്ട് ടു ഗെറ്റ് ഔട്ട് ദ വാല്യൂ ഓഫ്, നമുക്ക് ഇതിനൊരു ഈക്വൽ ടു ഹാൻഡഡിന് ഒരു വാല്യൂ നമുക്ക് ഗെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഹാൻഡഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ അഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഹാൻഡഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഫൈൻഡ് ചെയ്യുന്ന വരെ, അതായത് we go to 3 finger Brown, picture is instance picture is a baseball. Again അവിടെ ഒരു ഈസ് ആട്രിബ്യൂട്ട് ഉണ്ട്, അഡൾട്ട് മെയിൽ. അവിടെയും ഹാൻഡഡ് ഇല്ല. അഗെയിൻ ഈസ് എ പേഴ്സൺ ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഹാൻഡഡ് ആൻഡ് ദ വാല്യൂ ഇസ് റൈറ്റ്. അപ്പോൾ നമുക്ക് അതിനെ വി വാണ്ട് നമുക്ക് റിക്കേഴ്സീവായിട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി വി ഗെറ്റ് ദ ആൻസർ റൈറ്റ്. അപ്പോൾ പക്ഷേ ഈ റൈറ്റ് എന്ന് പറയുന്നത് ആൻസർ ഇസ് റോങ് ആണ്. ബിക്കോസ് 3 finger Brown സ്വിച്ചിങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ദാറ്റ് ഈസ് സ്വിച്ച് ഹീറ്റർ ആണ്. ഹി ക്യാൻ ഹിറ്റ് ബൈ യൂസിങ് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ്. സോ നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ഇൻഫറൻഷ്യൽ നോളജ്. അപ്പോൾ ഇൻഫറൻഷ്യൽ നോളജ്, ഇപ്പോൾ നമ്മൾ 2 പ്രോപ്പർട്ടീസ് നമ്മൾ കൺസിഡർ ചെയ്തു. ആൻഡ് ഈ തേർഡ് വൺ ഈസ് ദ ഇൻഫറൻഷ്യൽ നോളജ്. വി ക്യാൻ യൂസ് ട്രഡീഷണൽ ലോജിക് ടു ഡിസ്ക്രൈബ് ദ ഇൻഫറൻസസ് ദറ്റ് ആർ നീഡഡ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രെഡിക്കേറ്റ് ലോജിക്കും പ്രൊപ്പോസിഷൻ ലോജിക്കും ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഇൻഫർ ചെയ്യാം. ഇൻഫറൻസ് പ്രൊസീജിയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഇൻഫറൻസ് റൂൾസൊക്കെ. അപ്പോൾ
അതിൽ നമുക്ക് ഒരു ഇൻഫറൻസ് പ്രൊസീജിയർ ആവശ്യമുണ്ട്. ആ ഇൻഫറൻസ് പ്രൊസീജിയർ യൂസ് ടു എക്സ്പ്ലോയിറ്റ് ദ നോളജ് റെപ്രസെൻറ്റഡ് ഇൻ ദ ലോജിക് ഫോം. അപ്പോൾ സാധാരണ ലോജിക്കൽ റൂൾസ് ഓഫ് ഇൻഫറൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ റിക്വയർഡ് ഇൻഫറൻസ് പ്രൊസീജിയർ റൈറ്റ് ചെയ്യുക. മെനി പ്രൊസീജിയേഴ്സ് ആർ ദ നമ്മൾ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ട്, ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻസർ ഫൈൻഡ് ചെയ്യും. പിന്നെ വേറൊരു മെത്തേഡാണ് റെസൊല്യൂഷൻ. അത് നമുക്ക് പഠിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. റെസൊല്യൂഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. ഏറ്റവും ലോജിക് എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് പവർഫുൾ സ്ട്രക്ചറാണ് in which relationship among values are described. And the last one is the procedural knowledge. Procedural knowledge എന്ന് പറയുന്നത് is a kind of knowledge that is operational. That is that specify what to do and when. അപ്പോൾ വാട്ട് ടു ഡു വെൻ എന്ന് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നോളജിനെയാണ് നമ്മൾ പ്രൊസീജിയറൽ നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓപ്പറേഷണലാണ്. ഈ പ്രൊസീജിയറൽ നോളജിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിലുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് കോഡ്സ് ആണ്. കോഡായിട്ട് റൈറ്റ് ചെയ്യുക യൂസിങ് എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് എക്സാമ്പിൾ ലിസ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനി അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോഡിങ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വെൻ ടു എക്സിക്യൂട്ട് എന്നുള്ളത് കോഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു റെപ്രസെൻറ്റിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ അഡിക്വസി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അക്വസിഷണൽ എഫിഷ്യൻസിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഇൻഫറൻഷ്യൽ അഡിക്വസി ഇസ് ലാക്കിംഗ് മീൻസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു റൈറ്റ് എ പ്രോഗ്രാം that can reason about another program's behavior, and similarly it cannot have acquisitional efficiency because process of updating and debugging large pieces of code become unwieldy. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് കാരണം ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റൈറ്റിംഗ് കോഡ് ഫോമിൽ റൈറ്റ് ചെയ്യുന്നത് അത്ര എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് പ്രൊഡക്ഷൻ റൂൾസ് ആണ്. യു ക്യാൻ റൈറ്റ് പ്രൊഡക്ഷൻ റൂൾ. എക്സാമ്പിൾ, if 9th inning and score is close and less than 2 outs and first base is vacant and batter is better hitter than next batter, then walk the batter. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ റൂൾ സ്പെസിഫൈ ചെയ്യാണ്. പ്രൊഡക്ഷൻ റൂൾ സാധാരണയായിട്ട് augment with the production rules or augmented with the information on how they are to be used. They are more procedural than other representational methods. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളുടെ അഡിക്വസി, ഇൻഫറൻസ് അഡിക്വസി, റെപ്രസെൻറ്റേഷണൽ അഡിക്വസി, ഇൻഫറൻഷ്യൽ അഡിക്വസി ആൻഡ് അക്വസിഷണൽ എഫിഷ്യൻസി ഒക്കെ പെർഫോം ചെയ്യുന്ന 4 മെത്തേഡ്സ്: സിമ്പിൾ റിലേഷണൽ നോളജ്, ഇൻഹെറിറ്റബിൾ നോളജ്, ഇൻഫറൻഷ്യൽ നോളജ് ആൻഡ് പ്രൊസീജിയറൽ നോളജ്.